നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും പറയുകയുണ്ടായി മലയാളത്തിലെ ക്ലാസ്സുകൾ കുറച്ചുകൂടെ നല്ലതാണ്, അക്കൗണ്ടൻസിയുടെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ നല്ലത് മലയാളം ക്ലാസ്സാണ്. അതുകൊണ്ട് മലയാളത്തിലെ ഒരു ക്ലാസ്സാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ കാൽക്കുലേഷന് വേണ്ടി ഞാൻ വീണ്ടും എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ സിമ്പിൾ മെത്തേഡും പ്രോഡക്റ്റ് മെത്തേഡും ഒക്കെയാണ് പഠിച്ചത്. അപ്പോൾ ഈ ക്ലാസ്സിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പാർട്ട്ണർ കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത് എല്ലാ മാസവും വിഡ്രോ ചെയ്യാണ്, ഫിക്സഡ് എമൗണ്ട് ആണ്. സപ്പോസ് 2000 രൂപയാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ജനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലും എല്ലാം ഡിസംബർ വരെ 2000 രൂപയായിരിക്കും അയാൾ വിഡ്രോ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റ് ഒരു വർഷത്തേക്ക് കാണേണ്ടതുണ്ട്, ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് കാണേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ എന്നാണ് വിഡ്രോ ചെയ്തതെന്ന് അറിയില്ല. നമുക്ക് എന്നാണ് വിഡ്രോ ചെയ്തതെന്ന് അറിയില്ല. ചിലപ്പോൾ അത് തുടക്കത്തിലായിരിക്കാം, ഒരു മാസത്തിന്റെ തുടക്കത്തിലായിരിക്കാം, ചിലപ്പോൾ അത് മിഡിലായിരിക്കാം, ഒരു മാസത്തിന്റെ മധ്യത്തിലായിരിക്കാം, ചിലപ്പോൾ അത് ഒരു മാസത്തിന്റെ അവസാനമായിരിക്കാം. അപ്പോ ഈ മാസത്തിലുള്ള വിഡ്രോയിങ്സിന് വിഡ്രോൺ ബൈ ദ പാർട്ട്ണർ എവരി മന്ത്, ആ ഒരു കേസില് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണുമ്പോൾ എങ്ങനെയാണ് കാണേണ്ടതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ ആവറേജ് പീരീഡ് എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആവറേജ് പീരീഡ് നമുക്കറിയാം, കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ആവറേജ് പീരീഡ് എടുത്തത് ഹാഫ് ആയിട്ടാണ്, 6 months ആണ് ആവറേജ് പീരീഡ് ആയിട്ട് എടുത്തത്. സപ്പോസ് പാർട്ട്ണർ വിഡ്രോ ചെയ്യുന്ന ഡേറ്റ് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ എന്തെടുത്തു, ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് 6 months ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആവറേജ് പീരീഡ് എടുക്കുന്നത് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. If a partner withdraws fixed amount at regular intervals, the interest on drawings can be calculated on the basis of average period. ആവറേജ് പീരീഡ് ഫിക്സഡ് എമൗണ്ട് ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിലും ഡിഫറെന്റ് ടൈപ്പിലാണ്, അതുകൊണ്ട് നമ്മുടെ ആവറേജ് പീരീഡും വ്യത്യാസമായിരിക്കും. ആ പീരീഡ് ഓഫ് ഡ്രോയിങ്സ് അല്ലെങ്കിൽ എമൗണ്ട് ഒരു ഏകദേശം കറക്റ്റ് എമൗണ്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആവറേജ് പീരീഡ് ഇതിനോടൊപ്പം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആവറേജ് പീരീഡ് കാണേണ്ടത് എന്നുള്ളത് ഓർത്തിരിക്കണം. നോക്കി എങ്ങനെയാണ് ആവറേജ് പീരീഡ് കാണേണ്ടത്. അപ്പോൾ ടൈം ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ്. ടൈം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര മാസമാണ് ഇനി അവശേഷിക്കുന്നത്. ആദ്യത്തെ വിഡ്രോയിങ്സ്, ആദ്യത്തെ പണം പിൻവലിച്ചതിന് ശേഷം എത്ര ദിവസമാണ് ഇനിയുള്ളത്. അതോടൊപ്പം എന്ത് കൂട്ടണം, അവസാനം പണം പിൻവലിച്ചതിന് ശേഷമുള്ള മാസങ്ങളും അല്ലെങ്കിൽ ദിവസങ്ങളും കൂട്ടണം. അപ്പൊ നോക്കിക്കേ, ഉദാഹരണത്തിന് നമ്മുടെ അക്കൗണ്ടിങ് ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ജാനുവരിയിൽ തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്നതാണെന്ന് കരുതുക. അപ്പോ ഈ ഒരു കേസിൽ ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ എവരി മന്ത്, അതും ബിഗിനിങ് ഓഫ് ദി മന്ത് ആണെങ്കിലോ, ബിഗിനിങ് ഓഫ് ദി മന്ത് ആണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് നോക്കേണ്ടത്. ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ജാനുവരിയുടെ തുടക്കത്തിലാണ് വിഡ്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാ മാസവും തുടക്കത്തിലാണ് വിഡ്രോ ചെയ്തതെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അനുസരിച്ച് ഈ ടൈം ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ്, ജാനുവരിയുടെ തുടക്കത്തിൽ വിഡ്രോ ചെയ്താൽ തന്നെയും ആ മാസം പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. ഇപ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഡിസംബർ വരെ 12 മാസമാണുള്ളത്. അപ്പോൾ നമ്മൾ ആവറേജ് പീരീഡ് കാണാൻ വേണ്ടി ആദ്യത്തെ കാര്യം ടൈം ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ്, ആദ്യം പണം പിൻവലിച്ചതിന് ശേഷമുള്ള മാസങ്ങളുടെ എണ്ണം 12, കാരണം ജാനുവരിയുടെ തുടക്കത്തിലാണ്. അതേസമയം ഒരു മാസത്തിന്റെ അവസാനമാണ് പിൻവലിക്കുന്നതെങ്കിലോ ജാനുവരി എടുക്കത്തില്ല, കാരണം 31st ജാനുവരിയിലായിരിക്കും ആ പണം പിൻവലിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡ്രോയിങ്സിന്റെ ടൈം എന്ന് പറയുന്നത് 11 മാസമായിട്ട് എടുക്കും. ഫസ്റ്റ് ഡ്രോയിങ്സിന്റെ മാസം, എത്ര മാസമാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് എന്നുള്ളത് 11 മാസമായിട്ട് എടുക്കും. നോക്കാം. അതുപോലെ തന്നെ ടൈം ലെഫ്റ്റ് ആഫ്റ്റർ ലാസ്റ്റ് ഡ്രോയിങ്സ്. അപ്പൊ ഇത് രണ്ടും കണ്ടെത്തി കൂട്ടി അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് പീരീഡ് കിട്ടുമെന്നാണ് പറയുന്നത്. ഈ ആവറേജ് പീരീഡ് നമ്മൾ അതിനോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യഥാർത്ഥ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഏകദേശം ഉള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അപ്പൊ നോക്കാം ഓരോ കേസ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത് എന്നാണ്. ഒരു നിശ്ചിത തുക എല്ലാ മാസത്തിന്റെയും ആദ്യത്തെ ദിവസം
പിൻവലിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആവറേജ് പീരീഡ് എങ്ങനെ കണ്ടെത്തും? ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാനുവരി 1 അല്ലെങ്കിൽ ഫെബ്രുവരി 1, മാർച്ച് 1 എന്നുള്ള ദിവസങ്ങളിലാണ് ഈ പാർട്ണർ പണം പിൻവലിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ എത്ര അല്ലെങ്കിൽ മാസങ്ങൾ എത്ര? ജാനുവരിയുടെ തുടക്കത്തിലായതുകൊണ്ട് നമുക്ക് ജാനുവരിയിലെ ഇൻട്രസ്റ്റും കൊടുക്കണം. അപ്പോൾ ജാനുവരി തൊട്ട് ഡിസംബർ വരെ 12 മാസങ്ങളാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇക്വേഷനിൽ പറയുന്നുണ്ട് ടൈം ലെഫ്റ്റ് ആഫ്റ്റർ ലാസ്റ്റ് ഡ്രോയിങ്സ്, അവസാനം പണം പിൻവലിച്ചതിന് ശേഷം ഉള്ള മാസങ്ങളുടെ എണ്ണം. അപ്പോൾ നമ്മുടെ അവസാനത്തെ ഈ ഫിനാൻഷ്യൽ ഇയറിൽ അവസാനം പണം പിൻവലിക്കുന്നത് എന്നാണ്? ഡിസംബർ 1 നമ്മുടെ ഈ ഒരു ഉദാഹരണം അനുസരിച്ച് ജാനുവരി ഡിസംബർ എന്ന ഫിനാൻഷ്യൽ ഇയറിൽ ഡിസംബർ 1 അവസാനം പണം പിൻവലിക്കുന്നത്. അപ്പോൾ ആ പാർട്ട്ണർ എന്ത് ചെയ്യണം? ആ അവസാനത്തെ ദിവസത്തിനുള്ള അവസാനത്തെ മാസത്തിനുള്ള ഇൻട്രസ്റ്റ് കൂടെ കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു മാസം ഡിസംബർ മാസം അത് ഒന്നായിട്ട് എടുത്തു അല്ലെ? ഒരു മാസത്തിന്റെ എണ്ണമാണ്. ഇപ്പോൾ തുടക്കത്തിലുള്ളത് 12 + 1 / 2. ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് 6.5 മാസം കിട്ടി. 6.5 മാസം കിട്ടി. ഓർത്തിരിക്കുക, ഈ ആവറേജ് പീരീഡ് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ആദ്യത്തെ ഡ്രോയിങ്സിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 ജാനുവരിയാണ്. അവസാനത്തെ ഡ്രോയിങ്സിന്റെ ഡേറ്റ് 1 ഡിസംബർ ആണ്. അപ്പൊ ഡിസംബർ മൊത്തവും പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? പാർട്ണർ ഇൻട്രസ്റ്റ് കൊടുക്കണം. അതുകൊണ്ട് ഒരു മാസം, ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഇൻട്രസ്റ്റ്. അപ്പോൾ അത് വെച്ചിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ആവറേജ് കാണുന്നത്. അപ്പോൾ എത്ര മാസങ്ങളുടെ എണ്ണമാണ് നമ്മൾ ആവറേജ് കാണാൻ വേണ്ടി എടുക്കുന്നത്. അതിന്റെ തുക നമ്മൾ കണ്ടെത്തി. അപ്പോൾ 6.5 മാസം എന്ന് കിട്ടി. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഉണ്ടോ? ഇവിടെ ദേവൻ ഒരു പാർട്ണറാണ്. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ മാസവും കണ്ട പെർ മന്ത് ആണ് 3000 രൂപ വെച്ച് പിൻവലിക്കുന്നുണ്ട്. അത് റെഗുലർ ആയിട്ട് പിൻവലിക്കുന്നുണ്ട്. അത് എന്നാണ്? ഓൺലി ദ ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. എല്ലാ മാസത്തിന്റെയും ആദ്യത്തെ ദിവസം അയാൾ പിൻവലിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് അയാൾ കൊടുക്കേണ്ടത് 12%. ഫേമിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് 12%. എങ്ങനെ ഇൻട്രസ്റ്റ് കണ്ടെത്തും? ഓർത്തിരിക്കുക, ഇവിടെ വളരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. നിങ്ങൾക്ക് പറയുന്ന സ്റ്റെപ്പുകൾ ഒരിക്കൽ കൂടെ ഓർത്തോർത്ത് മനസ്സിലാക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഉത്തരം കണ്ടെത്താൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ ഡ്രോയിങ്സ് കണ്ടെത്തണം. എന്താണ് ടോട്ടൽ ഡ്രോയിങ്സ് കാണേണ്ട ആവശ്യകത? ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3000 രൂപ പെർ മന്ത് ആണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷം 12 മാസങ്ങളുണ്ട്. നമ്മൾ ഒരു വർഷത്തെ മൊത്തം ഇൻട്രസ്റ്റിന്റെ തുകയാണ് കണ്ടെത്തുന്നത്. ഒരു വർഷത്തെ മൊത്തം ഇൻട്രസ്റ്റിന്റെ തുകയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ ഒരു വർഷത്തെ മൊത്തം ഡ്രോയിങ്സ് കണ്ടെത്തണം. ടോട്ടൽ ഡ്രോയിങ്സ് കണ്ടെത്തുന്ന രീതി മനസ്സിലാക്കുക. ഒരു മാസത്തെ ഡ്രോയിങ്സ് ഇൻറ്റു 12. അപ്പൊ നമുക്ക് ഒരു വർഷത്തെ മൊത്തം ഇൻട്രസ്റ്റ് കിട്ടും 36,000 രൂപ. ഇനി നോക്കിയേ, ഇൻട്രസ്റ്റ് കാണാനുള്ള രീതി എന്താണ്? ആ ടോട്ടൽ ഡ്രോയിങ്സിന്റെ എമൗണ്ട് ഇൻറ്റു റേറ്റ് എത്ര? 12%. അപ്പോ 36,000 ഇൻറ്റു 12/100, 36,000 രൂപ ഇൻറ്റു റേറ്റ് ഇൻറ്റു ആവറേജ് പീരീഡ്. അപ്പോൾ 12 മാസത്തിൽ 6.5 മാസമാണ് നമ്മുടെ ഈ ഒരു കേസിനുള്ള ആവറേജ് പീരീഡ്. നമ്മൾ നേരത്തെ കണ്ടെത്തി ആവറേജ് പീരീഡ് 6.5 മാസമാണെന്നുള്ളത് കണ്ടെത്തി. അപ്പോൾ അതുകൂടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ഏകദേശം ഉള്ള ഒരു കറക്റ്റ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന രീതി ഓർത്തിരിക്കുക. ടോട്ടൽ മൊത്തം തുക അല്ലേ, ഡ്രോയിങ്സിന്റെ മൊത്തം തുക 36,000 ഇൻറ്റു റേറ്റ് 12%. അപ്പോൾ 12/100 ഇൻറ്റു ആവറേജ് പീരീഡ് ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? ഏകദേശം ഒരു കറക്റ്റ് തുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ കറക്റ്റ് തുക കിട്ടുകയുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? 2340 രൂപയാണ്. കൂട്ടുകാരെ, നിങ്ങൾക്കിത് മനസ്സിലായെന്ന് കരുതുന്നു. ഇല്ല എങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് ഓർത്തെടുക്കുക. ആവറേജ് പീരീഡ് കാണുന്നത് എന്തിനാണെന്ന് നോക്കുക, എങ്ങനെയാണെന്ന് നോക്കുക. എപ്പോഴും ഓർത്തിരിക്കുക, ആവറേജ് പീരീഡ് നമ്മൾ ഇനി പഠിക്കുന്ന എല്ലാ കേസുകളിലും ആവശ്യമാണ്. അപ്പോൾ അടുത്ത കേസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ പറഞ്ഞത്, ഈ ഒരു കേസിൽ പറഞ്ഞത് എന്താണ്? ഈ പാർട്ണർ എല്ലാ മാസത്തിന്റെയും ആദ്യത്തെ ദിവസമാണ് എന്ത് ചെയ്യുന്നത്? പണം പിൻവലിക്കുന്നത് എന്നാണ്. അടുത്ത കേസ് പറയുന്നത് നോക്കിയേ, ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് ദി മന്ത്. ഒരു വർഷത്തിൽ വിഡ്രോയിങ്സ് ഉണ്ട്, പല മാസങ്ങളിലുണ്ട്. എല്ലാ മാസവും വിഡ്രോയിങ്സ് ഉണ്ട്.
അത് പക്ഷേ ആ മാസത്തിന്റെ അവസാനത്തെ ദിവസമാണ്. ഫിക്സഡ് എമൗണ്ട് ഈസ് വിത്ഡ്രോൺ ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് ഈച്ച് മന്ത് ആണ്. എല്ലാ മാസത്തിന്റെയും അവസാനത്തെ ദിവസമാണ് പണം പിൻവലിക്കുന്നത്. അപ്പോൾ ഇവിടെ ആവറേജ് പീരീഡ് മാറും. എന്തുകൊണ്ടാണ് മാറുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉദാഹരണം ഒന്ന് ഓർത്തിരിക്കുക. ജാനുവരി മുതൽ ഡിസംബറിൽ അവസാനിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ ആണ്, അക്കൗണ്ടിങ് പീരീഡ് ആണ്. അപ്പോ ജാനുവരിയുടെ അവസാനത്തെ ദിവസം 31-ാം തീയതിയാണ് പണം പിൻവലിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള മാസങ്ങളുടെ എണ്ണം എത്ര? 11. കാരണം ആദ്യത്തെ പണം പിൻവലിച്ചതിന് ശേഷമുള്ള നമ്പർ ഓഫ് മന്ത്സ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്, അല്ലേ? അപ്പൊ ആദ്യം പണം പിൻവലിക്കുന്നത് എന്നാണ്? ജാനുവരി 31-നാണ്. ജാനുവരി 31-നായതുകൊണ്ട് നമ്മൾ ഏത് തൊട്ട് കൂട്ടിയാൽ മതി? ഫെബ്രുവരി മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളുടെ എണ്ണം കൂട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ 11 കിട്ടും. അവസാനത്തെ പണം പിൻവലിക്കുന്നത് എന്നാണ്? ഡിസംബർ 31-നാണ്. ഡിസംബർ 31 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫിനാൻഷ്യൽ ഇയറിലെ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ പിന്നെ അവിടെ വേറെ ഒരു മാസവും ഇല്ല. അതുകൊണ്ടാണ് 0 എടുത്തിരിക്കുന്നത്. ഒരിക്കൽ കൂടെ പറയാം, ഈ വർഷത്തിൽ പണം പിൻവലിക്കുന്നത് എല്ലാ മാസത്തും അതിന്റെ അവസാന ദിവസമാണ്. അപ്പോൾ ആദ്യം പണം പിൻവലിക്കുന്നത് ജാനുവരി 31-നാണ്. അപ്പോൾ പിന്നെ ബാക്കി അവസാനിക്കുന്ന മാസങ്ങളുടെ എണ്ണം ഫെബ്രുവരി മുതൽ ഡിസംബർ വരെ 11 മാസമാണ്. അതുപോലെ അവസാന പണം പിൻവലിക്കുന്നത് ഡിസംബർ 31-നാണ്. പിന്നെ ഈ വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിൽ വേറെ ഒരു മാസവും ഇല്ല. കാരണം അവസാനത്തെ മാസമാണ് ഡിസംബർ. അവസാനത്തെ ദിവസം 31 ഡിസംബറിനാണ് പണം പിൻവലിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആവറേജ് കാണേണ്ടത്? 11 + 0 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മുടെ ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് 5.5 മാസമാണ്. ഇങ്ങനെയാണ് ഈ കേസിൽ പണം പിൻവലിക്കുന്നത് അവസാനത്തെ ദിവസമാണെങ്കിൽ നമുക്ക് ആവറേജ് പീരീഡ് കിട്ടുന്നത്. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? നോക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബൈജു ഒരു പാർട്ണറാണ്. 6000 രൂപ എല്ലാ മാസവും പ്രതിമാസം അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? 6000 രൂപ വെച്ച് പിൻവലിക്കുന്നുണ്ട്. എന്നാണ് പിൻവലിക്കുന്നത്? ഓൺലി ദ ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. ഒരു മാസത്തിന്റെ അവസാനമാണ് പിൻവലിക്കുന്നത്. അതിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് 12%. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെ കണ്ടെത്തും? നോക്കിയേ, ഇവിടെ ടോട്ടൽ ഡ്രോയിങ്സ് കണ്ടെത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. 6000 × 12. അപ്പൊ നമുക്കറിയാം ഒരു മാസത്തെ വിഡ്രോയിങ്സ് 6000 ആണ്. മൊത്തത്തിൽ നമ്മൾ വിഡ്രോ ചെയ്തത് 12 മാസത്തേക്കാണ്. അപ്പോൾ 72,000 ആണ് ടോട്ടൽ ഡ്രോയിങ്സ്. പിന്നെ നമ്മൾ നേരത്തെ പോലെ നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ്, മൊത്തത്തിൽ പിൻവലിച്ച തുക, ഇൻറ്റു അതിന്റെ റേറ്റ്, ഇൻട്രസ്റ്റിന്റെ റേറ്റ് എത്ര? 12%. അപ്പോൾ ഇൻറ്റു 12/100. ഇനി നമ്മൾ ആവറേജ് പീരീഡ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ കേസിന് ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് 5.5 മാസമാണ്. അപ്പോൾ ഇൻറ്റു 5.5 ഡിവൈഡഡ് ബൈ 12, അല്ലേ? 5.5 മാസം ഡിവൈഡഡ് ബൈ 12 മാസം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഉത്തരം കിട്ടും. കൂട്ടുകാരെ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ആവറേജ് പീരീഡിന്റെ വേരിയേഷൻ എന്താണ്? ഓരോ കേസിനും ഓരോ ആവറേജ് പീരീഡ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഓർത്തിരിക്കുക, മാസത്തിന്റെ ആദ്യമാണെങ്കിൽ ആവറേജ് പീരീഡ് 6.5 മാസം, 6.5 മന്ത്സ് ആണ്. മാസത്തിന്റെ അവസാനമാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ആവറേജ് പീരീഡ് 5.5 മാസം. ആ ഒരു പോയിന്റ്, ആ ഒരു മാർക്ക് ഒന്ന് ഓർത്തിരിക്കുക. എപ്പോഴും ഈ വാല്യൂസ് ഒന്ന് ഓർത്തിരുന്നാൽ ഏറ്റവും നല്ലതാണ്. മൂന്നാമത്തെ കേസ്, എല്ലാ മാസവും വിഡ്രോയിങ്സ് ഉണ്ട്. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ഇൻ ദ മിഡിൽ ഓഫ് ദി മന്ത് ആണ്. എല്ലാ മാസവും വിഡ്രോയിങ് ഉണ്ട്, പക്ഷെ ഒരു മാസത്തിന്റെ മധ്യത്തിൽ. അപ്പോൾ ജാനുവരി 15-നായിരിക്കും എന്ത് ചെയ്യുക? തുക പിൻവലിക്കുക. അപ്പോൾ ജാനുവരി മുതൽ ഡിസംബറിൽ അവസാനിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇയർ ആണെന്ന് ഒന്ന് കരുതുക. അപ്പൊ ഇവിടെ ഞാൻ ഒരു സ്റ്റെപ്പ് മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവിടെ നമ്മുടെ ആവറേജ് പീരീഡ് കാണേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത്, ആദ്യത്തെ വിഡ്രോയിങ്ങിന് ശേഷം എത്ര മാസങ്ങൾ അവസാനിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യത്തെ വിഡ്രോയിങ് നടക്കുന്നത്, പണം പിൻവലിക്കുന്നത് ജാനുവരി 15-നാണ്. പിന്നെ അവിടെ അപ്പൊ 15 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാസത്തിന്റെ പകുതിയായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പൊ ജാനുവരിയുടെ പകുതി മാസം നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം.
അപ്പൊ എത്ര മാസം അവസാനിക്കുന്നുണ്ട്? ജാനുവരിയുടെ പകുതി മാസം, ഫെബ്രുവരി ഫുള്ള്, മാർച്ച് ഫുള്ള് മുതൽ ഡിസംബർ ഫുള്ള്. അപ്പോ 11.5 മാസത്തെ ഇൻട്രസ്റ്റ് തുടക്കത്തിൽ നിന്ന് വിഡ്രോയിങ്സിന് കൊടുക്കുക. അപ്പൊ 11.5 അവസാനത്തെ വിഡ്രോയിങ് നടക്കുന്നത് എന്നാണ്? ഡിസംബർ പകുതിക്കാണ്. ഡിസംബർ പകുതിക്കാണ്. അപ്പോൾ അവിടെ അവശേഷിക്കുന്ന മാസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് പകുതി മാസമാണ്. ഡിസംബറിന്റെ പകുതി മാസമാണ്. അപ്പോ 11.5 പ്ലസ് 0.5 ഡിവൈഡഡ് ബൈ 2 ആണ് 6. അപ്പൊ 11.5 പ്ലസ് 0.5 എന്ന് പറഞ്ഞാൽ എത്ര? 12 ഡിവൈഡഡ് ബൈ 2. ആവറേജ് പീരീഡ് 6 മാസം കിട്ടും. 6 മാസം കിട്ടും. ഓർത്തിരിക്കുക. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഒരു മാസത്തിന്റെ പകുതി വെച്ചിട്ടാണ് വിഡ്രോയിങ് നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഡ്രോയിങ് നടക്കുന്നത് ജാനുവരി 15-നാണ്. അപ്പൊ ബാക്കി എത്ര മാസമുണ്ട്? 11.5. ജാനുവരിയുടെ പകുതിയും ബാക്കി 11 മാസങ്ങളും. അവസാനത്തെ ഡ്രോയിങ് നടക്കുന്നത് എന്നാണ്? ഡിസംബർ 15-നാണ്. അപ്പൊ ബാക്കി എത്ര മാസം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകുതി മാസമാണുള്ളത്, 0.5. അപ്പൊ 11.5 പ്ലസ് 0.5 എത്രയാണ്? 12/2 നമ്മുടെ 6 മാസം. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു പാർട്ട്ണർ 12,000 രൂപ വെച്ച് പിൻവലിക്കുന്നുണ്ട്. എല്ലാ മാസവും 12,000 രൂപ വെച്ച് പിൻവലിക്കുന്നുണ്ട്. അത് എപ്പോഴാണ്? മിഡിൽ ഓഫ് എവരി മന്ത്. എല്ലാ മാസത്തിന്റെയും മധ്യത്തിൽ, മിഡിലാണ് എന്ത് ചെയ്യുന്നത്? പണം പിൻവലിക്കുന്നത്. ഇൻട്രസ്റ്റ് എങ്ങനെ കാണും? 12% ഇൻട്രസ്റ്റ് എങ്ങനെ കാണും? ഇപ്പോൾ നമ്മൾ ടോട്ടൽ ഡ്രോയിങ്സ് കാണുന്നു. സ്റ്റെപ്സ് ഓർത്തിരിക്കുക. ഇവിടെ 12 മാസവും വിഡ്രോ ചെയ്യുന്നുണ്ട്. പക്ഷേ 12 മാസത്തും മിഡിലാണ് വിഡ്രോയിങ് നടക്കുന്നത്. അപ്പൊ 12,000 ഇൻറ്റു 12 1,44,000. അപ്പൊ ടോട്ടൽ എമൗണ്ട് വിഡ്രോ ചെയ്തത്, പിൻവലിച്ചത് 1,44,000 ഇൻറ്റു നമ്മുടെ റേറ്റ് 12/100 ഇൻറ്റു നമ്മുടെ ആവറേജ് പീരീഡ് 6/12. അപ്പൊ കൂട്ടുകാരെ, ആവറേജ് പീരീഡ് ഓരോ കേസിനുള്ളതും നന്നായിട്ട് ഓർത്തിരിക്കുക. പലതവണ മനസ്സിൽ കയറ്റി ഇങ്ങനെ റീകോൾ ചെയ്ത് വീണ്ടും വീണ്ടും മനസ്സിൽ നിന്ന് എടുത്ത് ഓർമ്മിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ആ കാര്യം ഓർത്തെടുക്കുക. അപ്പൊ ഈ 3 കേസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത 4ാമത്തെ കേസിലേക്ക് പോകാം. കൂട്ടുകാരെ, അടുത്ത ഒരു കേസ്, when drawings of equal amount are made in the beginning of each quarter. 4 മാസത്തിൽ ഒരിക്കൽ വിഡ്രോയിങ്സ് നടക്കുന്നതിന് പറയുന്ന പേരാണ് ക്വാർട്ടർലി ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോ ഈച്ച് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 4 സെക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ ക്വാർട്ടറിലും 3 മാസങ്ങളാണ് വരുന്നത്. അറിയാമല്ലോ, 12 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് ആണ് നമ്മുടെ ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത്. അപ്പൊ 3 മാസമാണ് ഒരു ക്വാർട്ടറിൽ വരുന്നത്. അപ്പോൾ ഇവിടെ വിഡ്രോയിങ്സ് നടക്കുന്നത് കഴിഞ്ഞ 3 കേസുകളിൽ 12 പ്രാവശ്യം പണം പിൻവലിക്കുന്നുണ്ട്. ഇവിടെ പക്ഷേ 4 പ്രാവശ്യമാണ് പണം പിൻവലിക്കുന്നത്. ക്വാർട്ടർലി ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 4 പ്രാവശ്യമാണ് ഒരു വർഷം പണം പിൻവലിക്കുന്നത്. അപ്പോൾ ഒരു ക്വാർട്ടറിൽ എത്ര മാസമുണ്ട്? ഒരു ക്വാർട്ടറിൽ 3 മാസങ്ങളാണ് വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ ഒരു ക്വാർട്ടറിന്റെ ആദ്യം പണം പിൻവലിക്കുകയാണെങ്കിൽ, ആദ്യം പണം പിൻവലിക്കുക എന്ന് പറയുന്നത് ആ ക്വാർട്ടറിലെ ഇപ്പൊ ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ആദ്യത്തെ ക്വാർട്ടർ എന്ന് പറയുന്നത് 3 മാസം. ഏതൊക്കെ? ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. അടുത്ത് ഏപ്രിൽ, മെയ്, ജൂൺ. അങ്ങനെ 4 ക്വാർട്ടർ, 4 സെക്ഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ 4 പ്രാവശ്യം പണം പിൻവലിക്കും. അപ്പൊ ഒരു ക്വാർട്ടറിൽ 3 മാസമാണുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ക്വാർട്ടറിന്റെ ആദ്യം പണം പിൻവലിക്കുകയാണെങ്കിൽ എങ്ങനെ, അവസാനം പണം പിൻവലിക്കുകയാണെങ്കിൽ എങ്ങനെ, മിഡിലില് പണം പിൻവലിക്കുകയാണെങ്കിൽ എങ്ങനെ. സോ ഇവിടെ ആദ്യത്തെ കേസ് പറയുന്നത് നോക്കിയേ, when drawings of equal amount are made in the beginning of each quarter. അപ്പോൾ ഒരു ക്വാർട്ടറിന്റെ തുടക്കത്തിൽ പണം പിൻവലിക്കുകയാണെങ്കിൽ ആവറേജ് പീരീഡ് എന്താണ്? നമ്മൾ പഴയ ഈക്വേഷൻ മനസ്സിൽ ഓർത്തിരിക്കണം. ടൈം ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ് പ്ലസ് ടൈം ലെഫ്റ്റ് ആഫ്റ്റർ ലാസ്റ്റ് ഡ്രോയിങ്സ്. ഓർത്തിരിക്കുക, ആദ്യം പണം പിൻവലിച്ചതിന് ശേഷമുള്ള മാസങ്ങളുടെ എണ്ണം
പ്ലസ് അവസാനം പണം പിൻവലിച്ചതിന് ശേഷമുള്ള മാസങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ 2 ആണ് ആവറേജ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം. അപ്പൊ ജാനുവരി മുതൽ ഡിസംബറിൽ അവസാനിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ്. അപ്പൊ ഇവിടെ ഒരു ക്വാർട്ടറിന്റെ തുടക്കത്തിലാണ് പണം പിൻവലിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? തുടക്കത്തിലാണെങ്കിൽ ജാനുവരി 1 പണം പിൻവലിക്കുന്നത്. അപ്പോൾ അവസാനിക്കുന്ന മാസങ്ങളുടെ എണ്ണം എത്ര? 12. കാരണം ജാനുവരിയുടെ ആദ്യത്തിലാണ് പണം പിൻവലിക്കുന്നത്. പിന്നെ അവിടെ ഉള്ളത് ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ 12 വെച്ചിരിക്കുന്നത്. ഇനി അവസാനത്തെ പണം പിൻവലിക്കുന്നത് എപ്പോഴാണ്? അവസാനത്തെ ക്വാർട്ടർ എന്ന് പറയുന്ന മാസങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോ അവസാനത്തെ ക്വാർട്ടറിലെ തുടക്കത്തിലാണ് പണം പിൻവലിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നായിരിക്കും പണം പിൻവലിക്കുന്നത്? ഒക്ടോബർ 1 ഒക്ടോബർ 1 പണം പിൻവലിക്കുന്നത്. അപ്പോൾ അവിടെ പിന്നെയുള്ള മാസങ്ങളുടെ എണ്ണം എത്ര? ഒക്ടോബർ, നവംബർ, ഡിസംബർ, 3 മാസങ്ങൾ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 12 + 3/2. ഒരിക്കൽ കൂടെ പറയാം എങ്ങനെയാണ് 12ഉം 3ഉം വന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു കേസിൽ എന്താണ് പറയുന്നത്? പണം പിൻവലിച്ചിരിക്കുന്നത് ഒരു ക്വാർട്ടറിന്റെ തുടക്കത്തിലാണ്. അപ്പൊ ജാനുവരിയിലാണ് പണം പിൻവലിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് നടക്കുന്ന ക്വാർട്ടറിൽ പണം പിൻവലിക്കുന്നത് തുടക്കത്തിലാണെങ്കിൽ ജാനുവരി 1 അപ്പോൾ അവിടെ അവസാനിക്കുന്ന മാസങ്ങളുടെ എണ്ണം എത്ര? പിന്നെയുള്ളത് നമുക്ക് ജാനുവരി 1 തൊട്ട് തന്നെ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ 12 മാസം. അതോടൊപ്പം അവസാനം പണം പിൻവലിച്ചത് എന്നാണ്? ഒക്ടോബർ 1 കാരണം അവസാനത്തെ ക്വാർട്ടറിൽ വരുന്നത് 3 മാസങ്ങൾ ഏതൊക്കെയാണ്? ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ ഒക്ടോബർ 1 പണം പിൻവലിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ എത്ര മാസത്തെ ഇൻട്രസ്റ്റ് കൊടുക്കണം? ഒക്ടോബർ ഉണ്ട്, നവംബർ, ഡിസംബർ, അങ്ങനെ 3 മാസങ്ങളുണ്ട്. അപ്പൊ ആവറേജ് കാണാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? 12 + 3/2 നമുക്ക് കിട്ടുന്നത് 15/2, 7.5. 7.5 മാസത്തേക്കാണ് ആവറേജ് പീരീഡ് കിട്ടുന്നത്. നോക്കി നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ വിമൽ പണം പിൻവലിക്കുന്നുണ്ട്. 10,000 രൂപയാണ് പിൻവലിക്കുന്നത്. 10% ഇൻട്രസ്റ്റ്. ഇനി ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വ്യത്യസ്തമായ കാര്യം ടോട്ടൽ ഡ്രോയിങ്സ് കാണുന്ന രീതിയാണ്. ടോട്ടൽ ഡ്രോയിങ്സ് കാണുന്നത് കഴിഞ്ഞ 3 കേസുകളിലും എല്ലാ മാസം പിൻവലിച്ചത് കൊണ്ട് നമ്മൾ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എല്ലാ മാസവും പിൻവലിച്ചത് കൊണ്ട് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെയാണെങ്കിലോ നമ്മൾ ഒരു വർഷത്തെ 4 തവണയാണ് പിൻവലിക്കുന്നത്. 4 തവണയാണ് പിൻവലിക്കുന്നത്. 4 തവണ 10,000 രൂപ വെച്ച് പിൻവലിക്കുന്നു. അപ്പോൾ തുക എത്ര? 40,000. 4 തവണയാണ് പിൻവലിക്കുന്നത്. അതുകൊണ്ട് ഒരു ക്വാർട്ടറിലെ 10,000 ഇൻറ്റു 4 ക്വാർട്ടറിന്റെ തുക, 4 പ്രാവശ്യം പിൻവലിച്ച തുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? മൊത്തം പിൻവലിച്ച തുക, ആകെ തുക എന്ന് പറയുന്നത് എത്ര? 40,000. ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ പഴയതുപോലെ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു. 40,000 ഇൻറ്റു 10/100 റേറ്റ്, ആവറേജ് പീരീഡ് 7.5/12 മാസം. ഒരിക്കൽ അവിടെ ഓർത്തിരിക്കുക, ഇവിടെ ടോട്ടൽ ഡ്രോയിങ്സ് കാണുന്ന രീതി വ്യത്യാസമാണ്. ഇനിയുള്ള 3 കേസുകളിൽ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോട്ടൽ ഡ്രോയിങ്സ് കാണുന്നത്. കാരണം ക്വാർട്ടർലി ഡ്രോയിങ്സ് ആണ്. 4 പ്രാവശ്യമാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്വാർട്ടറിൽ വിഡ്രോ ചെയ്ത തുക 10,000 ഇൻറ്റു 4 ക്വാർട്ടർ, അപ്പോൾ നമ്മൾ 40,000. അതേസമയം 12,000 ആയിരുന്നെങ്കിലോ 12,000 ഇൻറ്റു 4, 48,000 അങ്ങനെ വരും. പിന്നെ പഴയതുപോലെ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. 40,000 ഇൻറ്റു 10/100 ആവറേജ് പീരീഡ് 7.5/12 മാസം. അപ്പൊ നമുക്ക് 2,500 രൂപ കിട്ടും. കൂട്ടുകാരെ മനസ്സിലായില്ലേ? നമുക്ക് അടുത്തൊരു സിറ്റുവേഷനിലേക്ക് പോകാം. 5ാമത്തെ കേസ്. അപ്പൊ ക്വാർട്ടർലി ഡ്രോയിങ്സ് ആണ്. ക്വാർട്ടർലി 4 പ്രാവശ്യമായിട്ടാണ് വിഡ്രോ ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? വെൻ ഡ്രോയിങ്സ് ഓഫ് ഈക്വൽ എമൗണ്ട് ആർ മെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. എല്ലാ ക്വാർട്ടറിന്റെയും അവസാനമാണ് പിൻവലിച്ചതെന്നാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ എക്സാമ്പിളിലേക്ക് പോവുകയാണ്. ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫിനാൻഷ്യൽ ഇയർ. ആദ്യത്തെ ക്വാർട്ടർ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ പണം പിൻവലിച്ചത് എന്തായിരിക്കും? തീർച്ചയായിട്ടും
ആ ഫസ്റ്റ് ക്വാർട്ടറിന്റെ അവസാനം എന്നാണ് പറയുന്നത്. അപ്പോൾ മാർച്ചിലെ ലാസ്റ്റ് ഡേ 31 മാർച്ചിനാണ് പണം പിൻവലിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള റിമൈനിങ് മന്ത്സ് എത്ര? ഇനിയുള്ള മാസങ്ങളുടെ എണ്ണം എത്ര? മാർച്ച് 3 മാസം കഴിഞ്ഞാൽ പിന്നെ 12 എത്രയാണുള്ളത്? 9 മാസങ്ങളാണ് ഉള്ളത്. റിമൈനിങ് നമ്പർ ഓഫ് മന്ത്സ് എന്ന് പറയുന്നത് എത്ര? ആദ്യത്തെ വിഡ്രോയിങ് കഴിഞ്ഞതിന് ശേഷമുള്ള പിൻവലിച്ചതിന് ശേഷമുള്ള മാസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 9 മാസമാണ്. ഇനി അവസാനത്തെ ക്വാർട്ടറില് 4ാമത്തെ ക്വാർട്ടറിൽ പണം പിൻവലിക്കുന്നത് എന്നായിരിക്കും? മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും അവസാനത്തെ ക്വാർട്ടറിൽ അവസാനത്തെ ദിവസമായിരിക്കും അല്ലേ? എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ എന്നാ പറഞ്ഞ അല്ലേ? അപ്പൊ അവസാനത്തെ ക്വാർട്ടർ ഏതൊക്കെ മാസമാണ്? ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പൊ ഡിസംബറിന്റെ അവസാനത്തെ ദിവസമാണ് അല്ലേ? ഡിസംബറിന്റെ അവസാനത്തെ ദിവസം എന്നാണ്? 31 ഡിസംബർ. അപ്പോൾ ഇനി അവസാനിക്കുന്ന മാസങ്ങളുടെ എണ്ണം എത്ര? അവിടെ വേറെ മാസങ്ങളില്ല. കാരണം ഡിസംബറിന്റെ അവസാനത്തെ ദിവസമാണ് പണം പിൻവലിക്കുന്നത്. അതുകൊണ്ട് അവസാനത്തെ ക്വാർട്ടറിൽ വിഡ്രോ ചെയ്തതിന് ശേഷം ഉള്ള മാസങ്ങളുടെ തുക 0 ആണ്. അപ്പൊ 9 + 0/2 4.5 മാസമാണ് ഇവിടത്തെ ആവറേജ് പീരീഡ്. അപ്പൊ ക്വാർട്ടർലി ഡ്രോയിങ്സില് തുടക്കത്തിലാണ് വിഡ്രോ ചെയ്തതെങ്കിൽ ആവറേജ് പീരീഡ് 7.5 മാസം. അവസാനമാണ് പിൻവലിക്കുന്നതെങ്കിൽ ആവറേജ് പീരീഡ് 4.5 മാസം. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ സെയിം ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കേസ് മാത്രം മാറുന്നു. പണം പിൻവലിക്കുന്നത് വിമൽ 10% ഇൻട്രസ്റ്റ് കൊടുക്കണം. പിൻവലിക്കുന്ന തുക 10,000 ആണ്. ഈച്ച് ക്വാർട്ടറിന്റെയും അവസാനമാണ്, എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണ് പിൻവലിക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ടോട്ടൽ ഡ്രോയിങ്സ് അതുപോലെ 10,000 × 4 40,000 നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു. 40,000 × 10/100 × 4.5/12. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1,500 രൂപയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പൊ നമ്മളെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? മറ്റുള്ള കേസുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ ആവറേജ് പീരീഡ് കാണുന്ന രീതിയാണ്. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത കേസ് എന്ന് പറയുന്നത് പണം പിൻവലിക്കുന്നത് ഓരോ ക്വാർട്ടറിന്റെയും മധ്യത്തിൽ എന്ന് പറയുമ്പോൾ എന്നായിരിക്കും? നോക്കിയേ, ഒരു ക്വാർട്ടറിൽ 3 മാസമുണ്ട്. അപ്പൊ അതിന്റെ മധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ ഹാഫ് അല്ലെ? അപ്പൊ 3 മാസത്തിന്റെ ഹാഫ് എന്ന് പറയുന്നത് എന്താണ്? 1.5 മന്ത്സ് ആണ്. 1.5 മന്ത്സ് ആണ്. അത് ഒന്ന് ഓർത്തിരിക്കുക. നോക്കാം നമുക്ക് എങ്ങനെയാണ് ആവറേജ് പീരീഡ് കാണുന്നത്. ഇവിടെ 10.5 + 1.5/2 പറഞ്ഞിട്ടുണ്ട്. 12/2 6 എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് 10.5 വന്നത്, 1.5 വന്നത്? അപ്പോ ആദ്യത്തെ വിഡ്രോയിങ് എന്നാണ് നടന്നത്. അപ്പോ ഒരു ക്വാർട്ടറിന്റെ മിഡിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നടുക്ക് വെച്ചിട്ടാണ്, ആ ഒരു പീരീഡിന്റെ നടുക്ക് വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പണം പിൻവലിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ നോക്കിയേ, ആദ്യത്തെ ക്വാർട്ടർ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പൊ ഫെബ്രുവരി 15-നായിരിക്കില്ലേ പണം പിൻവലിച്ചിരിക്കുക? അപ്പോ പിന്നെയുള്ള മാസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്ര? ഫെബ്രുവരി പകുതിയാവുമ്പോൾ 1.5 മാസം അതിന് മുമ്പ് കഴിഞ്ഞു. 12-ൽ 1.5 മാസം പോയി കഴിഞ്ഞാൽ പിന്നെ എത്രയുണ്ട്? 10.5 മാസം. 10.5 മന്ത്സ് ആണ് പിന്നെ ഉള്ളത്. അപ്പോൾ ഫെബ്രുവരിയുടെ പകുതി മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളുടെ എണ്ണം 10.5. അത് ആദ്യത്തെ ക്വാർട്ടറിൽ പിൻവലിച്ചത്. അവസാനത്തെ ക്വാർട്ടറിൽ പിൻവലിക്കുന്നത് എന്നായിരിക്കും? ഓർക്കുക, ഒക്ടോബർ, നവംബർ, ഡിസംബർ ആണ് 3 മാസങ്ങൾ. തീർച്ചയായിട്ടും നടുക്കുള്ള മാസം എന്ന് പറയുന്നത് നവംബർ ആണ്. നവംബറിന്റെ പകുതിയിലാണ് പണം പിൻവലിച്ചിരിക്കുക. അപ്പൊ എത്രയാണ് പിന്നെയുള്ള മാസങ്ങളുടെ എണ്ണം? 1.5 ആണ് പിന്നെയുള്ള മാസങ്ങളുടെ. അപ്പൊ 10.5 + 1.5 / 2 6 മാസമാണ് ആവറേജ് പീരീഡ്. കൂട്ടുകാരെ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇവിടെ സെയിം പ്രോബ്ലം തന്നെയാണ്. പീരീഡ് കേസ് മാത്രം മാറുന്നു. ഇൻ ദ മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ എന്നാണ് പറയുന്നത്. ടോട്ടൽ ഡ്രോയിങ്സ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു ക്വാർട്ടറിൽ വിഡ്രോ ചെയ്ത 10,000 × 4 ക്വാർട്ടറുകളിലായിട്ടാണ് പിൻവലിക്കുന്നത്. അപ്പൊ 40,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാൻ വേണ്ടി 40,000 × 10/100 ആവറേജ് പീരീഡ്, റേറ്റ് × ആവറേജ് പീരീഡ് 6 മാസമാണ്.
അപ്പൊ 6/12. അങ്ങനെ നമുക്ക് 2000 രൂപ കിട്ടും. അപ്പോൾ ഇനി നമുക്കൊന്ന് ഓർത്തെടുക്കാം. പണം പിൻവലിക്കുന്നത് ക്വാർട്ടർലി ആണെങ്കിൽ ഒരു വർഷം 4 തവണയാണ് പണം പിൻവലിക്കുന്നത്. അത് ഒരു ക്വാർട്ടറിന്റെ തുടക്കത്തിലാണെങ്കിൽ ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് 7.5 മാസമായിരിക്കും. ഒരു ക്വാർട്ടറിന്റെ അവസാനമാണെങ്കിൽ ആവറേജ് പീരീഡ് 4.5 മാസമായിരിക്കും. ഒരു ക്വാർട്ടറിന്റെ മിഡിലാണെങ്കിൽ ആവറേജ് പീരീഡ് 6 മാസമായിരിക്കും. നമുക്കിനി അടുത്ത കേസിലേക്ക് പോകാം. ഈ പ്രോബ്ലങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കാണുക. അടുത്ത കേസ് എന്ന് പറയുന്നത് പണം പിൻവലിക്കുന്നത് ഒരു വർഷത്തിൽ അവസാനത്തെ 6 മാസങ്ങളാണ്. ഒരു വർഷത്തിൽ അവസാനത്തെ 6 മാസങ്ങളാണ്. നോക്കിയേ, ഇതിനു മുമ്പുള്ള 2 കേസുകളിലും ഒരു വർഷം പൂർണ്ണമായിട്ടും പണം പിൻവലിച്ചിട്ടുണ്ട്. 12 മാസത്തേക്കും പണം പിൻവലിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു 3 കേസില് പണം പിൻവലിക്കുന്നത് 6 മാസത്തേക്ക് മാത്രമാണ്. അത് അവർ പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനത്തെ 6 മാസത്തേക്കാണ്. അപ്പോൾ ഏതൊക്കെയായിരിക്കും? ജാനുവരി മുതൽ നമ്മുടെ ഡിസംബർ വരെയുള്ള ഫിനാൻഷ്യൽ ഇയർ ആണെങ്കിലോ അവസാനത്തെ 6 മാസങ്ങൾ ഡിസംബർ, നവംബർ, ഒക്ടോബർ, സെപ്റ്റംബർ, ഓഗസ്റ്റ്, ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള 6 മാസം. അപ്പം പണം വെറും 6 മാസത്തേക്കാണ് പിൻവലിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ 6 മാസം പിൻവലിക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ 3 കേസിന്റെയും ഒരു കാര്യം ഒന്ന് ഓർക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇവിടെ ആവറേജ് പീരീഡ് കാണേണ്ടതെന്ന് നോക്കാം. അപ്പൊ ഇവിടെ 6 മാസത്തേക്കാണ് പണം പിൻവലിക്കുന്നത്. പക്ഷെ ഒരു വർഷത്തിലുള്ള 6 മാസത്തേക്കാണ്. ഒരു വർഷത്തിൽ 6 മാസത്തേക്ക് മാത്രമേ പിൻവലിക്കുന്നുള്ളൂ. 12 മാസത്തിൽ അവർ പിൻവലിക്കുന്നത് 6 മാസത്തേക്കാണെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആ വർഷത്തെയാണ് ഇൻട്രസ്റ്റ് കാണുന്നത്. ഓർത്തിരിക്കുക. ഇപ്പൊ ആദ്യത്തെ കേസ് പറയുന്നത് ഇപ്പൊ പലരും ചോദിച്ച ഡൗട്ടാണ്, 6 മാസത്തേക്കല്ലേ കാണേണ്ടത്? അപ്പൊ ആവറേജ് പീരീഡ് കണ്ടിട്ട് നമ്മൾ 3.5നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? അല്ല, കാരണം നമ്മൾ ഒരു വർഷത്തേക്ക് മൊത്തത്തിലാണ് 12 മാസത്തിലുള്ള 6 മാസത്തേക്കാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാണുന്നതേ ഉള്ളൂ. മനസ്സിലായെന്ന് കരുതുന്നു. ഒരു വർഷത്തിൽ ഉള്ള ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാണുന്നത്. പണം പിൻവലിക്കുന്നത് 6 മാസത്തേക്ക് മാത്രമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം പഠിച്ച് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? എന്താണ് പ്രൊഡക്റ്റ് മെത്തേഡിൽ 12ൽ 1 എന്നാണ് എടുത്തിരിക്കുന്നത് ആവറേജ് പീരീഡ്. അപ്പോ നോക്കാം. അപ്പൊ ഇവിടെ ഈ 6 മാസത്തിന്റെ തുടക്കത്തിലാണെങ്കിൽ അപ്പൊ നമുക്ക് ഇവിടെ ജൂലൈ 1 പണം പിൻവലിക്കുന്നതെങ്കിൽ അപ്പൊ അവിടെ അവസാനിക്കുന്ന മാസങ്ങളുടെ എണ്ണം എത്ര? 6. അവസാനത്തെ മാസം പിൻവലിക്കുന്നത് എന്നാണ്? ഡിസംബർ 1 അവിടെയും അവസാനിക്കുന്ന മാസങ്ങളുടെ എണ്ണം 1. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. പണം പിൻവലിക്കുന്നത് 6 മാസത്തേക്കാണ്, 6 മാസത്തിന്റെ തുടക്കത്തിൽ. അപ്പോൾ ജൂലൈ 1 ആദ്യത്തെ പണം പിൻവലിക്കുന്നത്. അവസാനിക്കുന്ന മാസങ്ങളുടെ എണ്ണം, അതിനുശേഷമുള്ള മാസങ്ങളുടെ എണ്ണം ജൂലൈ മുതൽ ഡിസംബർ വരെ 6 മാസം. അവസാനം പണം പിൻവലിക്കുന്നത് ഡിസംബർ 1 പിന്നെ അവസാനിക്കുന്ന മാസങ്ങളുടെ എണ്ണം 1. ഡിസംബർ മാസം പൂർണ്ണമായിട്ടും ഇൻട്രസ്റ്റ് കൊടുക്കണം. അങ്ങനെ 6+1/2 3.5 മന്ത്സ്, 3.5 മാസമാണ് ആവറേജ് പീരീഡ്. അടുത്ത് ഒരു വിഡ്രോയിങ് എന്ന് പറയുന്നത്, പണം പിൻവലിക്കുന്നത് എല്ലാ മാസത്തെയും അവസാനത്തെ ദിവസമാണെങ്കിലോ, അപ്പോ നമ്മുടെ ഈ കേസ് വെച്ച് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കിയേ, ജൂലൈ 31 ജൂലൈയുടെ അവസാനത്തെ ദിവസമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പണം പിൻവലിക്കുന്നത്. അപ്പം പിന്നെയുള്ള മാസങ്ങളുടെ എണ്ണം എത്ര? ജൂലൈ കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 5 മാസം. അവസാനം പണം പിൻവലിക്കുന്നത് എന്നാണ്? ഡിസംബർ 31 ഡിസംബർ 31 ആണെങ്കിലോ പിന്നെയുള്ള മാസങ്ങളുടെ എണ്ണം 0 ആണ്, കാരണം അത് അവസാനത്തെ ദിവസമാണ്. അങ്ങനെ 5+0/2 2.5 അല്ലെ? 2.5 മന്ത്സ്. ഇനി പണം പിൻവലിക്കുന്നത് എല്ലാ മാസത്തും മിഡിലാണെങ്കിൽ എന്താണ്? അപ്പോ ജൂലൈയുടെ പകുതിക്കാണ്, ജൂലൈ 15 പണം പിൻവലിക്കുന്നത്. പിന്നെയുള്ള മാസങ്ങൾ, ജൂലൈയിൽ ഒരു പകുതി മാസമുണ്ട്, ബാക്കി 5, അങ്ങനെ 5.5. അവസാനം പണം പിൻവലിക്കുന്നതോ ഡിസംബറിന്റെ പകുതിയിൽ. അപ്പോ പിന്നെയുള്ള മാസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 0.5 മന്ത്സ്. അങ്ങനെ 5.5 + 0.5 6/2 3. എങ്ങനെയാണ് ആവറേജ് പീരീഡ് കണ്ടെത്തിയതെന്ന് മനസ്സിലാക്കുക.
വീണ്ടും കണ്ട് കേട്ട് മനസ്സിലാക്കുക. ഒരു പ്രോബ്ലം നോക്കാം. ഇവിടെ വിമലാണ് വിഡ്രോ ചെയ്യുന്നത്. 10,000 രൂപ എല്ലാ മാസവും വിഡ്രോ ചെയ്യുന്നുണ്ട്. പക്ഷെ 6 മാസത്തേക്കാണ്, അതും അവസാനത്തെ 6 മാസമാണ് പണം പിൻവലിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് കാണേണ്ടത് അയാൾ വിഡ്രോ ചെയ്യുന്നത് എല്ലാ മാസത്തിന്റെയും ആദ്യമാണെങ്കിൽ, അവസാനമാണെങ്കിൽ, മിഡിലാണെങ്കിൽ എന്താണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് കിടക്കാം. നോക്കി, ഇവിടെ നമ്മുടെ ടോട്ടൽ ഡ്രോയിങ്സ് കാണുന്ന രീതി ഒന്ന് ഓർത്തിരിക്കുക. 10,000 ഇൻറ്റു 6. എന്തുകൊണ്ടാണ് 6? 6 മാസം മാത്രമാണ് പണം പിൻവലിച്ചിരിക്കുന്നത്. 6 മാസം പണം പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം പിൻവലിച്ച തുക 60,000. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണുന്നത് നോക്കാം. അപ്പൊ തുടക്കത്തിലാണെങ്കിൽ മൊത്തത്തിൽ പിൻവലിച്ച തുക ഇൻറ്റു റേറ്റ് ബൈ 100, 10/100. ആവറേജ് പീരീഡ് എത്ര? 3.5/12. അപ്പൊ ഇവിടെ 12 എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യമാണ് അല്ലേ? എന്തുകൊണ്ടാണ് 12 വന്നത്? കാരണം നിങ്ങൾ വിചാരിക്കും 6 വന്നാൽ പോരെ, കാരണം 6 പ്രാവശ്യമാണല്ലോ പണം പിൻവലിക്കുന്നത്. തികച്ചും തെറ്റാണ്. കാരണം ഒരു വർഷത്തിൽ 6 തവണ മാത്രമേ പണം പിൻവലിച്ചിട്ടുള്ളൂ എന്നുള്ളൂ. നമ്മൾ കാണേണ്ടത് എന്താണ്? ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ആണ്. ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും 12 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എത്ര പ്രാവശ്യം പണം പിൻവലിച്ചോട്ടെ, 6 പ്രാവശ്യം പണം പിൻവലിച്ചോട്ടെ, അല്ലെങ്കിൽ 9 പ്രാവശ്യം പണം പിൻവലിച്ചോട്ടെ, 8 പ്രാവശ്യം പണം പിൻവലിച്ചോട്ടെ. പക്ഷെ ഒരു വർഷത്തിൽ ഉള്ള 12 മാസത്തിൽ 6 മാസമാണ് പണം പിൻവലിച്ചത് എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ കാണേണ്ട ഇൻട്രസ്റ്റ് എന്താണ്? ആ വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത്. അതുകൊണ്ട് നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 1750. അതുപോലെ തന്നെ എൻഡ് ഓഫ് ഈച്ച് മന്ത് വരുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു മൊത്തത്തിലുള്ള പിൻവലിച്ച തുക ഇൻറ്റു റേറ്റ് ബൈ 100, ആവറേജ് പീരീഡ് 2.5 മാസം, 2.5 മന്ത്സ് ഡിവൈഡഡ് ബൈ 12. അപ്പൊ ഇത് മാറ്റമില്ല, 12 തന്നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് 1250 രൂപ കിട്ടും. അവസാനത്തെ കേസ് ആണെങ്കിലോ മിഡിൽ ഓഫ് ഈച്ച് മന്ത് ആണ്. ഇപ്പോൾ ആവറേജ് പീരീഡ് മാത്രം മാറും. 60,000 ഇൻറ്റു 10/100 ഇൻറ്റു 3/12. അപ്പൊ കൂട്ടുകാരെ ഓർത്തിരിക്കുക, 6 മാസത്തേക്കാണ് പണം പിൻവലിക്കുന്നത്. അപ്പോൾ തുടക്കത്തിലാണ് പിൻവലിക്കുന്നതെങ്കിൽ 3.5 മാസം, 3.5 മന്ത്സ് ആണ് ആവറേജ് പീരീഡ്. അതോടൊപ്പം തന്നെ പണം പിൻവലിക്കുന്നത് എൻഡ് ഓഫ് ഈച്ച് മന്ത് ആണെങ്കിലോ 2.5 മാസമാണ്. പണം പിൻവലിക്കുന്നത് ഒരു മാസത്തിന്റെ മധ്യത്തിലാണെങ്കിൽ അത് ആവറേജ് പീരീഡ് 3 മാസം. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഇത് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ എനിക്ക് ചോദ്യങ്ങളായിട്ട് തന്നാൽ മതി. ഞാൻ തീർച്ചയായിട്ടും ഉത്തരം തരുന്നു. അപ്പോൾ ഇത്രയും സഹകരണം നിങ്ങളിൽ നിന്ന് ഉണ്ടായതിൽ വളരെ സന്തോഷം. ഇനിയും വീഡിയോസ് കാണുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഇന്ന് നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.